الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. യൗമുൽ ഖിയാമയിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നടക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും അറിവും നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന വല്ലാത്ത ഒരു സങ്കടകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഒരാളും മറ്റൊരാളെക്കുറിച്ച് അന്വേഷിക്കാത്ത വല്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥ എന്തുമാത്രം ഖേദകരമായിരിക്കും എന്ന് നമ്മൾക്ക് ഓർക്കാനാകുന്ന ഒന്ന്, ദുനിയാവിൽ നമ്മുടെ ചങ്ങാതിമാരെ, നമ്മുടെ കൂട്ടുകാരെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ആ ഒരു വേർപാട്. അതേക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ചങ്ങാതിമാർ മാത്രമല്ല, ഏറ്റവും അടുത്തവരായ ആളുകൾ, മനസ്സിൽ അത്രമേൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളുകളെ വേർപിരിയേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യൗമുൽ ഖിയാമയിലെ ആ ഒരു വല്ലാത്ത സങ്കടകരമായ കാര്യം, നമുക്കതിൻ്റെ ഗൗരവം, അതിൻ്റെ വേദന എത്രയാണ് എന്ന് ഒരു പരിധിവരെയൊക്കെ ഓർക്കാൻ കഴിഞ്ഞേക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ചങ്ങാത്തം അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്നത് ഭൗതിക ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ ചങ്ങാത്തങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കൗമാരക്കാരായ ആളുകളുടെയൊക്കെ ജീവിത കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ ചങ്ങാത്തങ്ങളിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തെന്ന് പറയുമ്പോൾ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഈ ലൈഫിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യവുമായിക്കൊണ്ട് കൂടുതൽ ബന്ധമില്ലാത്ത, ആ യാഥാർത്ഥ്യത്തോട് അത്രമേൽ സ്വാധീനം പുലർത്താത്ത രീതിയിൽ അകന്ന കുറെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. എവിടെയോ ഉള്ള, നമ്മൾ കണ്ട് മറന്ന മുഖങ്ങളെ
അങ്ങനെയൊക്കെ അവരെയൊക്കെ ഓർക്കുക. അതല്ലെങ്കിൽ അങ്ങനെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ തന്നെ നമ്മൾക്ക് സൗഹൃദം ഭാവിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ സൗഹൃദം ആവശ്യപ്പെട്ടുകൊണ്ടോ ഒക്കെ നമ്മുടെ അടുക്കലേക്ക് വരുന്നവരുമായി കൊണ്ടുള്ള സൗഹൃദം, അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ കാലഘട്ടം, അങ്ങനെ ഒരു കൂട്ടുകെട്ടിന്റെ കാലഘട്ടമാണിത്. അതേപോലെ തന്നെ ഈ കൂട്ടുകെട്ടുകളുടെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങളൊക്കെ തന്നെയും കൂട്ടുകെട്ടുകളുടെ പേരിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യമുണ്ട്. തെറ്റിലേക്ക് പോകാൻ വേണ്ടി മനുഷ്യൻ മുന്നോട്ട് തുനിയുമ്പോൾ ആ തെറ്റുകൾ അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല, അത്ര വലിയ കാര്യമൊക്കെ ഉണ്ടോ, എന്താ അപ്പം അങ്ങനെയായാൽ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന മറ്റൊന്നാണ് ഈ കൂട്ടത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി കൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അത് മുമ്പൊന്നും ഇല്ല എന്നുള്ളതല്ല, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വല്ലാത്തൊരു തീക്ഷ്ണമായ ഒരു അവസ്ഥ നമ്മളുടെ ചെറുപ്പക്കാർക്കിടയിൽ കൗമാരക്കാർക്കിടയിലൊക്കെ കാണാൻ കഴിയും. ഇന്നലെയൊക്കെ തന്നെ വന്നിട്ടുള്ള വാർത്തകൾ നടുറോട്ടിലിട്ട് അടിച്ചു കൊല്ലുന്ന, ചവിട്ടിക്കൊല്ലുന്ന ഒരു കാരണം എന്തെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ തലത്തിൽ ആലോചിക്കുമ്പോൾ കാരണങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ ഗൗരവതരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. കൂടെ നിൽക്കുന്ന ആളുകൾ പിടിച്ചു മാറ്റേണ്ട ആളുകളാകുമ്പോൾ അവർ പിടിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. ഒന്നുകിൽ ഇങ്ങനെ അടിച്ചും തൊഴിച്ചും കുത്തിയും പരിക്കേൽപ്പിച്ചും കൊല്ലുന്ന സമയത്ത് പിടിച്ചു മാറ്റേണ്ട ആളുകൾ അത് കണ്ടിങ്ങനെ ആസ്വദിക്കുകയും വീഡിയോ ഒക്കെ പിടിക്കുകയും ചെയ്യുന്ന, എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ആനന്ദം കൊള്ളുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ കൂട്ടുകെട്ടിന്റെ കാര്യം പറയുമ്പോൾ കൂട്ടുകെട്ടിന്റെ പേരിൽ അതിനു വേണ്ടി കൊണ്ട് ഒരുപാട് സമയം മെനക്കെടുത്തുന്ന, സമയം കൊന്നുകളയുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യം. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളിങ്ങനെ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ആ രീതിയിൽ നമ്മളെ പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല സിനിമകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പല റിവ്യൂകൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടി വരുമ്പോൾ ആ സിനിമകളുടെ മൊത്തം സന്ദേശം നമുക്ക് കിട്ടും. ആ സന്ദേശത്തിൽ എങ്ങോട്ടാണ് നമ്മുടെ ചെറുപ്പത്തെ ഈ സിനിമകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ രക്തബന്ധങ്ങൾക്കോ ഉപ്പ ബന്ധങ്ങൾക്കോ സഹോദര ബന്ധങ്ങൾക്കോ ഒക്കെ അപ്പുറം കൂട്ടുകാരുമായി കൊണ്ടുള്ള ബന്ധത്തിന് എന്തോ വലിയ കാര്യമുണ്ട് എന്നുള്ള നിലക്ക് കാര്യങ്ങളെ മുഴുവനും പരിവർത്തിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു സുഖ്റുഫിന്റെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അഖില്ല, ഇങ്ങനെ നമ്മൾ വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന സൗഹൃദങ്ങളില്ലേ, കൂട്ടുകാരില്ലേ, നമ്മളുടെ ബാല്യകാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ കൗമാര കാലഘട്ടങ്ങളിലെയൊക്കെ വലിയ കാര്യങ്ങളായിക്കൊണ്ട് യുവത്വ കാലഘട്ടത്തിൽ, യുവത്വ പ്രായമൊന്നുമില്ല, വലിയ വാർദ്ധക്യത്തിലുള്ള ആളുകൾക്ക് പോലും കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതിന്റെ പ്രാധാന്യം രക്തബന്ധത്തെക്കാളും അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തെക്കാളും ഭാര്യ ഭർത്തൃ ഇണബന്ധത്തെക്കാളും ഒക്കെ അപ്പുറം കടന്നിട്ട് പോകുന്ന ഒരു ചുറ്റുപാടുണ്ട് ഇവിടെ. ആ ഒരു അവസ്ഥയെ നമ്മളിങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഈ ആയത്ത് വായിച്ചു നോക്കൂ. അൽ അഖില്ലാഉ, ഈ അത്ര വലിയ സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളും അത്ര വലിയ പുറം സൗഹൃദങ്ങളും ഒക്കെ സഹവാസങ്ങളും ഒക്കെ യൗമഇദിൻ, അന്നത്തെ ദിവസമുണ്ടല്ലോ, യൗമുൽ ഖിയാമയിൽ ബഅ്ദുഹും ലിബഅദിൻ അദുവ്വ്, ഒരു ഗുണം ഉണ്ടാക്കൂല. അത് മാത്രമല്ല ശത്രുതയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി തീർക്കുക. അവനെ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു ഗതികേടിൽ വന്ന് ഭവിക്കില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അദുവ്വുകളായിട്ട് മാറുക, ശത്രുക്കളായിട്ട് മാറുക. ഇല്ലൽ മുത്തഖീൻ, എന്നാൽ തഖ്വയിൽ അധിഷ്ഠിതമായ സൗഹൃദമാണെങ്കിൽ അങ്ങനെ വരില്ല. അല്ലാഹുവെ കുറിച്ചുള്ള ചിന്ത, അങ്ങനെയുള്ള ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ടും സൗഹൃദവും
സൗഹൃദവും ഒക്കെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അതല്ലാത്ത സൗഹൃദങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു വലിയ ഒരു വിലാപത്തിന്റെ, ശത്രുതാപരമായ വിലാപത്തിന്റെ, നമ്മൾ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് സൗഹൃദങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഇപ്പൊ ഈ സദസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബാല്യകാലഘട്ടങ്ങളിലെ ബാല്യപ്രായത്തിലുള്ള കുട്ടികളുണ്ട്, കൗമാരപ്രായത്തിലുള്ള കുട്ടികളുണ്ട്, യുവപ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അതല്ലാത്തവരുമായിട്ടുള്ള കുറെ ആളുകൾ ജുമാക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ വെക്കേഷൻ സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ വെക്കേഷൻ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈമാനികമായ സൗഹൃദം. അത് പ്രധാനപ്പെട്ടതാണ്. ആ ഈമാനികമായ സൗഹൃദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് വേണ്ടതാണെന്ന് പറയുന്നുണ്ട്, അത് അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. സൗഹൃദങ്ങൾ അങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വളർന്നു വരുന്ന സൗഹൃദങ്ങളാവുക, അത് അർശിന്റെ തണൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു നേട്ടം നമുക്ക് നൽകുന്ന ഒരു സൗഹൃദമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നന്മയുടെ കാര്യത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സൗഹൃദങ്ങൾ, കൂട്ടുകെട്ടുകൾ, സഹവാസങ്ങൾ രൂപപ്പെട്ടു വരിക. അതേപോലെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി കൊണ്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉപദേശിക്കുകയും അത് ചെയ്യാൻ വേണ്ടി റബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക. അതിനെയൊക്കെ വലിയ പ്രാധാന്യം, അങ്ങനെയുള്ള സൗഹൃദങ്ങൾക്ക് വലിയ പ്രേരണയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. അഥവാ ഒറ്റ വാക്കിൽ ഇങ്ങനെ ചുരുക്കി പറയുമ്പോൾ, നാളെ നമ്മുടെ പരലോകത്ത് നമുക്ക് പ്രയോജനമുണ്ടാക്കുന്ന, ഗുണമുണ്ടാക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന, അർശിന്റെ തണൽ കിട്ടുന്ന, സ്വർഗത്തിലേക്ക് എത്തുന്ന, വിചാരണ എളുപ്പമാക്കുന്ന, ഖബർ ജീവിതം സുന്ദരമാക്കുന്ന, ബർസഖിന്റെ ജീവിതം ഏറ്റവും നമുക്ക് സന്തോഷപ്രദമാക്കുന്ന രീതിയിൽ കൂട്ടുകെട്ടുകൾ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അത്തരം കൂട്ടുകെട്ടുകൾക്ക് വലിയ നേട്ടമുണ്ട്, വലിയ ഗുണമുണ്ട്. അതല്ലാത്ത കൂട്ടുകെട്ടുകളാണെങ്കിലോ അത് നമുക്ക് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഖലീൽ, അയാളുടെ ആത്മമിത്രം, അയാളുടെ കൂട്ടുകാരൻ ഏതൊരു രീതിയിലാണോ ഉള്ളത്, അവന്റെ മതം ഏത്, അവന്റെ മതം എന്ന് പറയുമ്പോൾ അവൻ ജീവിച്ചു പോരുന്ന ആ ഒരു ജീവിത രീതി ഉണ്ടല്ലോ, അവിടെ അതാണ് ആ മതം കൊണ്ട് ഉദ്ദേശം. അതല്ലാതെ ഇസ്ലാം തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. മറിച്ച് ധാർമ്മികത, അതേപോലെ തന്നെ സത്യസന്ധത, ഗുണപരമായ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, വാല്യൂസ് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ ദുനിയാവിൽ നല്ലതാണ്. അതേപോലെ തന്നെ നാളെ നമുക്ക് പരലോകത്തേക്ക് നേട്ടമുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ, അവിടെ ഈമാനിന് വലിയ പ്രാധാന്യമുണ്ട്, തഖ്വക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ തഖ്വയിലേക്കും അതേപോലെ നമസ്കാരങ്ങളിലേക്കും ഇബാദത്തുകളിലേക്കും ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടുകളില്ലേ, അവയൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കാര്യം, അയാളുടെ സൗഹൃദം, അയാളുടെ കൂട്ടുകാരന്റെ ദീൻ, കൂട്ടുകാരന്റെ ജീവിത രീതി എന്ത്, അവന്റെ ആദർശം എന്ത്, അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ രണ്ട് കൂട്ടുകാരെ തമ്മിൽ അളക്കാൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ആരുമായി കൊണ്ടാണ് എന്റെ കൂട്ടുകെട്ടുണ്ടാകേണ്ടത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം, ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ബാധ്യത, കൗമാരക്കാരായ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാല്യകാലഘട്ടത്തിലുള്ളവരെ, യുവ സമൂഹത്തിൽപ്പെട്ടവരായ സുഹൃത്തുക്കളെ, അതല്ലാത്തവരുമായിട്ടുള്ള കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകുന്നവരെ നമ്മൾ അറിയണം. കൂട്ടുകൂടുന്നവരുടെ സ്വഭാവങ്ങൾ, കൂട്ടുകൂടുന്നവരുടെ പെരുമാറ്റങ്ങൾ കൂട്ടുകാരിൽ സ്വാധീനമുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് സത്യസന്ധമായ നല്ല പെരുമാറ്റം ഉൾക്കൊള്ളുന്ന, കരുണയ്ക്ക് വേണ്ടി ആർദ്രമായ സഹകരണ മനോഭാവം ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നവരുമായി കൊണ്ട് നമ്മൾ കൂട്ടുകൂടുന്നുണ്ട് എങ്കിൽ അതിനനുസൃതമായി നന്മയിൽ വളരാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ സ്വാഭാവികമായിട്ടും കൂട്ടുകെട്ടിലൂടെ രൂപപ്പെടും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൂട്ടുകെട്ടുകൾക്ക് വലിയ നേട്ടമുണ്ട്. എന്നാലോ പരസ്പര വൈര്യമുണ്ടാക്കുന്ന, ശത്രുതയുണ്ടാക്കുന്ന, അസൂയ വെച്ച് പുലർത്തുന്ന, ഗുണ്ടായുസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുമായി കൊണ്ടൊക്കെയാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ യുവാക്കൾ പ്രത്യേകിച്ചും ചെറുപ്പപ്രായത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും നമ്മൾ അറിയണം, അങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് നമുക്കുണ്ടാകുന്നത് എങ്കിൽ വലിയ ദുരന്തമായിരിക്കും, വലിയ നാശമായിരിക്കും. നമ്മളും മോശപ്പെട്ടവർ എന്ന് നമ്മളെക്കുറിച്ച് സമൂഹം പറയും എന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്. ഈ ദുനിയാവിന്റെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയതല്ലേ, അനുഭവിക്കണം, ആസ്വദിക്കണം. പക്ഷേ നമ്മുടെ ആസ്വാദനങ്ങളുടെ, നമ്മുടെ കളികളുടെ, നമ്മുടെ തമാശകൾക്കൊക്കെയും എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരു അതിരുണ്ട്, ഒരു അതിർവരമ്പുണ്ട്. അതിർവരമ്പ് ലംഘിച്ച് കടക്കുന്ന ഒരു ജീവിത രീതി കൂട്ടുകെട്ടിന്റെ പേരിലാണെങ്കിലും ശരി, സൗഹൃദത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഒരിക്കലും ഉണ്ടായിക്കൂടാ. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹ്ഫിന്റെ 28-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന വല്ലാത്ത ഒരു ഉൾക്കാഴ്ച ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് ഖുത്ബയുടെ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ആ ആയത്ത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാണ്. ആ ആയത്ത് റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടതാണ് ആ ആയത്ത് എങ്കിൽ കൂടി നമുക്കെല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വചനം കൂടിയാണ് അത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ വലിയ ആളുകൾ, വലിയ റസൂലുള്ളാഹിനെ കാണുമ്പോൾ എന്തുമാത്രം ഉന്നതരായ ആളുകൾ, അവരുടെ കൂട്ടുകെട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും ഇസ്ലാമിന് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമ്പോൾ അവരെ, ഈ റസൂലുള്ളാഹിന്റെ കൂടെയുള്ളവരെങ്ങനെ നോക്കിയിട്ട് ഈ ഖുറൈശി പ്രമുഖന്മാർ, ഈ വലിയ മേലാള വർഗത്തിൽപ്പെട്ടവരായ ആളുകൾ അല്ലെങ്കിൽ സ്ഥാനമുള്ളവരായ ആളുകൾ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, നബിയെ നിങ്ങളോടൊപ്പമുള്ളത് ബിലാലിനെ പോലെയുള്ള ആൾക്കാരല്ലേ, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള ഒട്ടും കാണാൻ പോലും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, അതേപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസിനെ പോലെയുള്ള, അന്നൊക്കെ സഅദ് പിൽക്കാലഘട്ടത്തിൽ യുദ്ധരംഗത്തൊക്കെ വലിയ ശോഭ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നേരെയാണെങ്കിലും ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ, പ്രബോധന തുടക്ക കാലഘട്ടത്തിൽ വളരെ വലിയ, ഒട്ടും പിന്നെ കാണാനില്ലാത്ത തരത്തിൽ ഒരു ശോഷിച്ച ദുർബലനായ ഒരു മനുഷ്യൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾ, ഇങ്ങനെയുള്ള കുറെ സ്വഹാബികൾ, അവരെയൊക്കെ നബിയെ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ, ദുർബലരായ ആളുകളെ നിങ്ങളിങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ യോഗ്യർ എന്ന് പുറമേക്ക് കാണുന്നവരായ ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടേണ്ട ഒരു അവസ്ഥ റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു ഉപദേശം പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. ഖുറൈശികൾ അങ്ങനെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഒഴിവാക്ക്, ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് പറയുന്ന വചനമാണ് സൂറത്തു അൽ കഹ്ഫിന്റെ 28-ാമത്തെ ആയത്തിലുള്ളത്. നമുക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്നുണ്ട് ആയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകൾ, അവർ ദുർബലരായിരിക്കും നബിയെ, അവർ പാവങ്ങളായിരിക്കും, അവരിൽ നിന്ന് ഒരു വേള നിങ്ങൾക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവർക്ക് ചില ഗുണങ്ങളുണ്ട്. അവരാരാ? അല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ. പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അല്ലാഹുവിനെ ധാരാളമായി പ്രാർത്ഥിക്കുന്ന, ദിക്ർ ചെയ്യുന്ന നന്മയുള്ള കുറെ മനുഷ്യന്മാരാണ്. ഒറ്റ വാക്കിലതാ, നന്മയുള്ള മനുഷ്യന്മാരാണ്, പക്ഷെ ദുർബലരായിരിക്കും അവർ. അവരുടെ കൂടെ കൂടുമ്പോൾ അവർ ഇസ്ലാമികമായി വേഷം ധരിച്ചവരായിരിക്കും. അവരുടെ കൂടെ കൂടുമ്പോൾ ഇസ്ലാമികമായിക്കുള്ള ജീവിത രീതി ഉണ്ടാകും. അവരുടെ കൂടെ കൂടുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരുണ്ടാകും. റബ്ബിന്റെ മാർഗത്തിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹയ്യ അല സ്വലാത്ത് വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ടവനെ നമുക്ക് പള്ളിയിലേക്ക് പോകാം എന്ന് പറയുന്നവനായിരിക്കും. അതൊക്കെ ചേർത്ത് വായിക്കാവുന്ന ഒരു ആയത്ത് തന്നെയാണ് അത്. ആ ആയത്തിലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എന്ന് പറയുന്ന ഒരൊറ്റ വരിയിൽ, ആ വരിയിൽ മാത്രം നമ്മൾ നിലപാട് സ്വീകരിക്കാതെ അതിൽ നിന്നുകൊണ്ട്
കൊണ്ട് വിശാലമായി ചിന്തിക്കുക. നന്മയുടെ, നേരിന്റെ, ധർമ്മബോധത്തിന്റെ, സനാതനത്വത്തിന്റെ, അതല്ലെങ്കിൽ മൂല്യങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾ അവരൊരു വേള ദുർബലരായിരിക്കും, കാഴ്ചക്കൊന്നുണ്ടാകൂല, ഇസ്ലാമികമായി വേഷം ധരിക്കും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അവരോടൊപ്പം നബിയെ എത്ര ദുർബലരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി അവരോടൊപ്പം നിൽക്കണം. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ മക്കളോട് സൗഹൃദത്തിന്റെ സംസാരിക്കുമ്പോണ്ടാകുന്നത്, ഇപ്പോ മുടിയുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ വേഷത്തിന്റെ സംസാരിക്കുക. ഇപ്പൊ വേഷമൊക്കെ വല്ലാതെ അതിര് വിട്ട് പോകാൻ, സാന്ദർഭികമായിട്ട് പറയട്ടെ, അതിര് വിട്ടിട്ട് എങ്ങോട്ടാ പോണത്? അതിങ്ങനെ ലൂസ് ഇരിക്കട്ടെ, ശരീരത്തിന് ആ ചേർന്ന രീതിയിലൊക്കെ ലൂസ് ആയിക്കോട്ടെ. ലൂസും വിട്ടിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനെ ഈ പാൻറ്റൊക്കെ ആണെങ്കിൽ ഞെരിയാണിന്റെ താഴത്തേക്കെന്ന് മാത്രല്ല, നിലത്തൂടെ ഇങ്ങനെ വലിച്ചഴച്ചിട്ട് അതിൽ ചില കുട്ടികളൊക്കെ പാൻറ് ധരിക്കുമ്പോൾ, ചെറുപ്പക്കാരൊക്കെ പാൻറ് ധരിക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാ അഴുക്കിലൂടെയും ഇങ്ങനെ കടന്നു പോവുകയും എന്നിട്ട് അവിടെ ഇങ്ങനെ ആ ഭാഗം, അതിങ്ങനെ അടിഭാഗം ഇങ്ങനെ ആകെ ദുർബലപ്പെട്ട് ചളി പുരണ്ട ഒരു അവസ്ഥയിലുള്ള രീതിയിൽ വേഷം ധരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാണ്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ എന്താ മകനെ ഇങ്ങനെ ആവാൻ പറ്റുമോ? നിങ്ങൾ കേൾക്കൂ, ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിന്റെ ആശയം മുന്നിലേക്ക് വെക്കാം. വസ്ത്രം ധരിക്കുന്നിടത്ത് കാബുകളുടെ, ഈ കാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ ആ ഞെരിയാണിയുടെ ഭാഗത്ത് 2 എല്ലുകളില്ലേ, ആ എല്ലിന്റെ താഴേക്ക് ഇറങ്ങുന്ന വസ്ത്രം ധരിക്കുന്ന രീതിയിൽ ഒരാള് വസ്ത്രം ധരിച്ചാൽ, ആലോചിക്കണേ, ഒരാള് വസ്ത്രം ധരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തേക്ക് കരുണയുടെ ഒരു നോട്ടം പോലും നോക്കുകയില്ലെന്നാണ്. കരുണയുടെ നോട്ടം പോലും നോക്കുകയില്ല. 3 കൂട്ടരെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവർ നല്ലവർ ആയ ആളുകളെ അള്ളാഹു സ്വർഗാവകാശികൾ എന്നൊക്കെ മാറ്റി നിർത്തൂലേ, ആ കൂട്ടത്തിൽ ഇവരുണ്ടാകൂല. യുസക്കിഹിം, നന്നാക്കൂല. അതേപോലെ തന്നെ വലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് അടുക്കലേക്കൊന്നും നോക്കുക പോലും, കരുണയുടെ നോട്ടം നോക്കുകയില്ല, സംസാരിക്കുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അതിൽ ഒരാള് അൽ മുസ്ബിൽ എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അൽ മുസ്ബിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം നിലത്തൂടെ വലിച്ചഴക്കുന്ന ആൾ എന്നാണ്. എന്നിട്ട് അതിന്റെ അങ്ങേയറ്റത്തിന്റെ പരിധി പറയുകയുണ്ടായി. അങ്ങേയറ്റത്തിന്റെ പരിധിയാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ അസ്ഫലൽ കഅബൈനി ഫഹുവ ഫിന്നാർ. ആ 2 കഅബുകൾ, കഅബ് എന്ന് പറഞ്ഞാൽ ആ എല്ലുകളില്ലേ, ആ എല്ലുകൾക്ക് താഴേക്ക് വസ്ത്രം വരുന്നുണ്ടോ അത് നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ മക്കളോട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടും അവർ ഇങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്, ഞാൻ എങ്ങാനും അതല്ലാത്ത രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ കുറിച്ച് പറയുക പൊട്ടൻ എന്നാണ്, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റാത്തവൻ എന്നതാണ്, അതല്ലെങ്കിൽ മോഡലിനെ ട്രെൻഡിന്റെ കൂടെ നിൽക്കാത്തവൻ എന്നായിരിക്കും എന്നെ കുറിച്ച് പറയുക. അവരുടെ കളിയാക്കൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വേദനയോടുകൂടി പറയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരൊക്കെ പറഞ്ഞോട്ടെ, അവരുടെ സംസാരങ്ങൾക്കപ്പുറം നമ്മുടെ റബ്ബില്ലേ, ആ റബ്ബിനോട് സ്നേഹമില്ലേ, ആ സ്നേഹത്തിൽ മുൻനിർത്തിക്കൊണ്ട് നാളെ റബ്ബിന്റെ അടുക്കൽ രക്ഷ വേണോ, അതല്ല താൽക്കാലികമായ ദുനിയാവിലെ സൗഹൃദത്തിന്റെ ആനന്ദങ്ങൾ വേണോ? ഈ സൗഹൃദങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു വേള കുറെ എണ്ണം തിന്ന് പിരിഞ്ഞു പോകൂലേ? ആ 10ാം ക്ലാസ്സിലേക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഇനി ഒരു വേള ആ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറെ വന്ന് ചേർന്നേക്കും. അതിൽ നിന്ന് തന്നെയും +2 കഴിഞ്ഞാൽ ഒരു വേള കുറെ എണ്ണം അതിൽ നിന്നും പിരിഞ്ഞു പോകൂലേ? അത്രയൊക്കെ അല്ലേ ആയുസുള്ളൂ. ഇനി ഒരുപാട് കാലഘട്ടത്തേക്ക് ഈ സൗഹൃദങ്ങൾ നീട്ടി കിട്ടിയാൽ പോലും എത്ര കാലം നീണ്ടു നിൽക്കും? ജീവിതത്തിന്റെ ആയുസ് എത്രയാണ്? ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ പോരെ നാളെ റബ്ബിന്റെ അടുക്കലേക്കോ അവിടെ കിട്ടുന്ന ആ നേട്ടങ്ങളെ കുറിച്ച്, അവിടെ കിട്ടേണ്ട അനുഭവങ്ങളെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, റബ്ബിന്റെ നോട്ടത്തെക്കുറിച്ച്, റബ്ബിന്റെ കരുണാർദ്രമായ സംസാരത്തെക്കുറിച്ച് അതാലോചിക്കേണ്ട നമ്മൾ. എന്നിട്ട് വേണം നമ്മുടെ നിലപാട് രൂപീകരിക്കാൻ. സൗഹൃദങ്ങൾ നാളേക്ക് നന്മയുണ്ടാക്കി തരുന്നതായിരിക്കണം. മൂല്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്ന രീതിയിലായിരിക്കണം. അതല്ലാത്തതൊക്കെയും നഷ്ടത്തിനും ഖേദത്തിനും ഇടയാക്കും എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ആലോചിക്കുക. അത് വേഷവിധാനങ്ങളിലാവട്ടെ, പെരുമാറ്റങ്ങളിലാവട്ടെ, ഉമ്മനോടും ഉപ്പനോടും സംസാരിക്കുന്ന കാര്യത്തിലാവട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വഴിയെ പറയാം. അല്ലാഹുവേ, നല്ല ബുദ്ധിയും നല്ല സൽബോധവും ധർമ്മബോധവും ഞങ്ങളിൽ നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മക്കളിൽ നാഥ കൺകുളിർമ നൽകി ഞങ്ങളെ എല്ലാവരെയും രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കൂട്ടുകെട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചാകണം എന്നുള്ള ഒരു പോയിന്റ് ആയത്തുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്ത് അള്ളാഹു പറയുന്ന മറ്റൊന്ന്, വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും മോടികളും സൗന്ദര്യങ്ങളും ആസ്വാദനങ്ങളും, അത് വേഷവിധാനത്തിൽ ആസ്വാദനമാവാം, ജീവിത രീതികളിൽ ആസ്വാദനങ്ങളാവാം, കാണുന്ന കാഴ്ചകളുമായി ബന്ധപ്പെട്ട ആസ്വാദനങ്ങളാവാം, എന്താവട്ടെ, അങ്ങനെയുള്ള ആസ്വാദനങ്ങൾക്ക് അതിന്റെ അടുക്കലേക്ക് നിന്റെ കണ്ണുകൾ നിനക്കെന്ത് ചെയ്യരുത്, അത്തരം അലങ്കാരങ്ങളുടെ കാര്യത്തിലേക്ക് നിന്റെ കണ്ണുകൾ എന്ത് ചെയ്യരുത്, നീട്ടിയിട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട് അല്ലാഹു. അത്തരം ആസ്വാദനങ്ങൾക്കൊന്നുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അർത്ഥം. കൂട്ടുകെട്ടിന്റെ പേരിൽ ഇങ്ങനെ ആസ്വാദനങ്ങളിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ അത് സാമൂഹിക ബന്ധങ്ങളിലെ, സാമൂഹിക മീഡിയകളിലെ, സോഷ്യൽ മീഡിയകളുടെ കൂട്ടുകെട്ടാവാം, എന്താവട്ടെ, ലൈവായിട്ടുള്ളതാവാം, ലൈവ് അല്ലാത്ത നിലക്കുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ കൂട്ടുകെട്ടാവാം, ഏത് തരത്തിലാവട്ടെ, അതിൽ കിട്ടുന്ന ആസ്വാദനങ്ങളിലേക്കല്ല നിന്റെ കണ്ണുകൾ അയക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ പറയുന്നത്, വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മകളില്ലേ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിസ്കരിക്കാൻ വരുന്ന ആളുകളിൽ പോലും തൊട്ടു മുൻപ് നമ്മൾ കണ്ട ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടിട്ട് ബാങ്ക് കൊടുത്തു, ഇഖാമത്തിന്റെ സമയമാകുന്നത് വരെയും പിന്നെയും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കാണുന്ന ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ, ഏത് പ്രായത്തിലുള്ളവാട്ടെ, പ്രായത്തിന് ഒരു പരിധിയൊന്നും വെക്കണില്ല, ആരാണെങ്കിലും ഈ ലോകത്താപ്പുള്ളത്, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഏതായാലും ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ സമയമായി, ഇഖാമത്തിന്റെ സമയമായി, അത് നിർത്തിവെച്ച് പോന്നാൽ പോലും, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പോലും സ്വാഭാവികമായിട്ടും ആ നിസ്കരിക്കുന്ന സമയത്ത് കയ്യ് കെട്ടിയ ഓർമ്മ ഉണ്ടാകും. പിന്നെ ഓർമ്മയിൽ തളം കെട്ടി നിൽക്കുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ ആലോചിച്ചോളൂ, ഏതൊരു മനുഷ്യന്റെയും നിസ്സാരമായ മനഃശാസ്ത്രമാണ്. ആ കണ്ട കാഴ്ചകളായിരിക്കും അയാളുടെ മനസ്സുകളിലേക്ക് ഓടിയെത്താം. ശരിയല്ലേ ഈ പറഞ്ഞത്? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് നമ്മളെ ഗഫ്ലത്തിലേക്കാക്കുന്ന, നിസ്കരിക്കാൻ നിൽക്കുമ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ദിക്റിലേക്കാണ് നമ്മൾ വരുന്നത്. ആ ദിക്റിൽ നിന്ന് നമ്മളെ ഗഫ്ലത്തിലേക്ക്, അശ്രദ്ധയിലേക്കാക്കുന്ന രീതിയിൽ ഉള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് അതിൽ അഭിരമിച്ച് അതിൽ ആസ്വാദനം കണ്ടെത്തി എന്ന് നിസ്കരിക്കാൻ വന്നാലും ആ നിസ്കാരത്തിന്റെ കാര്യം എന്തായിരിക്കും? ഇങ്ങനെയാണോ നമുക്കുണ്ടാകേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, നമ്മുടെ സൗഹൃദങ്ങൾ എന്തിനോടാണെങ്കിലും, അത് മൊബൈൽ ഫോണിനാണെങ്കിലും ശരി, കാണുന്ന കാഴ്ചകളാണെങ്കിലും ശരി, കൂട്ടുകാരൻ അയച്ചെന്നാണ് ശരി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങളും ഒന്നിച്ചിരുന്ന കാഴ്ചകളോ എന്താണെങ്കിലും ശരി, അവ നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ട് എങ്കിൽ, അശ്രദ്ധരാക്കുന്നുണ്ട് എങ്കിൽ, വലാ തുതിഅ, നീ അനുസരിച്ചു പോകരുത്, നീ അതിന്റെ കൂടെ നിൽക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിപ്പിച്ച ഒരു ആയത്ത് പോലെ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ലേ? നമ്മൾ ആലോചിക്കുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പിന്നെ പറഞ്ഞു, വച്ചബഅഹവാഹു, തന്നിഷ്ടങ്ങൾ. അങ്ങനെ ചോദിക്കാറുള്ളത്, തന്നിഷ്ടങ്ങൾ എന്താ? എന്ത് പറഞ്ഞാലും ദീനിന്റെ കാര്യത്തിൽ അത് ഇങ്ങനെയാണ് കേട്ടോ മോനെ വേണ്ടത്, അല്ലെങ്കിൽ മകളെ വേണ്ടത് എന്ന് പറയുമ്പോൾ എന്തങ്ങനെ ആയാലും ഉടനെ തിരിച്ച് ചോദ്യങ്ങൾ വരികയാണ്, എന്തെങ്ങനെ ആയാലും, എന്താ കുഴപ്പം? ആ കുഴപ്പം ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് ആകെയുള്ള അറിവ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അറിവായിരിക്കും. പക്ഷെ അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ള, നമ്മൾക്ക് ഇപ്പൊ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാകണം, നമ്മുടെ മക്കൾ എങ്ങനെയാകണം എന്നുള്ളതിന് ദീനിയായ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. അപ്പൊ എന്താ അങ്ങനെ അയാളുടെ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹദീസ് വെച്ചുകൊണ്ട് കുഴപ്പമുണ്ട് മകളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ മതിയല്ലോ. കുഴപ്പം എന്താ വെച്ചാൽ ഉത്തരം കൊടുത്താൽ മതിയല്ലോ. അപ്പൊ കുഴപ്പം ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ നമുക്കാകണം, കുഴപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും കഴിയണം. ഇനിയോ കുഴപ്പം എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നയും കുഴപ്പമുണ്ട് എന്ന്, ഉണ്ടോ ഇല്ലേ എന്ന് വേർതിരിച്ച് പഠിക്കാനുള്ള തരത്തിലേക്ക് നമ്മൾ ഉയരണം എല്ലാവരോടുമായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും വത്തബഅഹവാഹു, പല കാര്യങ്ങളിലും നമ്മുടെ ഇച്ഛകളുടെ പിന്നാലെ, എന്റെ ഇഷ്ടം അങ്ങനെയാണ്, ഇഷ്ടത്തിന്റെ പിന്നാലെയാണ് ഞാനുള്ളത്, ഇച്ഛയുടെ പിന്നാലെ പോവുക എന്നുള്ളതല്ല ഉണ്ടാകേണ്ടത്. ദീനിന്റെ താല്പര്യങ്ങൾക്കൊപ്പം അള്ളാഹുവിന്റെ ഇഷ്ടത്തോടൊപ്പം നിൽക്കാൻ നമ്മൾക്ക് കഴിയുന്ന
നീങ്ങുന്നിടത്താണ്, അവിടെ ക്ഷമ കൈക്കൊള്ളുന്നിടത്താണ് നമ്മളുടെ പരലോകം രക്ഷപ്പെടുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം അതിപ്രധാനമാണ്. അത് ഈ സമയത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് വെക്കേഷൻ സമയമാകുമ്പോൾ കൂട്ടുകെട്ടുകളുമായിക്കൊണ്ട് പലതരത്തിലുള്ള ഡൈവേർഷനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയുടെ വാഗ്ദാനങ്ങളായിക്കൊണ്ട്, നാളെയുടെ സ്വപ്നങ്ങളായിക്കൊണ്ട് രക്ഷിതാക്കൾ കാണുന്ന, സമൂഹം കാണുന്ന കൗമാരപ്രായക്കാരും ബാല്യപ്രായക്കാരും ചെറുപ്രായക്കാരുമായിട്ടുള്ള ആളുകൾ വളർന്നു വരേണ്ടവർ. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അറിയാതെ സുഖിയന്മാരും അലസന്മാരുമായിക്കൊണ്ട്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടതിലെ ഒരു ഭാഗം, അലസന്മാരുമൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ പോവുക എന്നതല്ല ഉണ്ടാകേണ്ടത്. ഉത്തരവാദിത്വ ബോധമുണ്ടാകണം. കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെയുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബോധ്യം, അത് വളർത്താൻ തക്കതായ ഈമാനികാവബോധം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളോട് വിട പറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദുമാർ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ദയാപരനും രോഗങ്ങൾക്ക് ശമനം നൽകുന്നവനുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.